നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പൂനെയിലാണ്. പൂനെയിലെ മെഴ്സിഡസ് ബെൻസിൻ്റെ ഷോറൂമിൽ ഇന്ന് 2 മോഡലുകൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആദ്യം കാണുന്നത് ഇതാണ് C300 കാബ്രിയോലെ കൺവേർട്ടബിൾ മോഡലാണ്. എന്താ പറയുക, ബെൻസിൻ്റെ വാഹനങ്ങൾ ഏറ്റവും മനോഹരമായ വാഹനങ്ങളിലൊന്ന് എന്നാണ് പറയേണ്ടത്. വളരെ പെട്ടെന്ന് വളരെ ചെറിയൊരു ക്വിക്ക് റിവ്യൂ ആണ് ഞാൻ പറയുന്നത്, കാരണം ഇവിടെ നല്ല തിരക്കുണ്ട്. എന്തായാലും പുതിയ കളറാണ് ഏറ്റവും മനോഹരമായിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു ബ്ലൂ നിറം എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. മറ്റൊരു വാഹനം ഇവിടെ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അവിടെ കാണുന്ന നിറച്ച് തിരക്കാണ് കേട്ടോ. C43 AMG ആണ്. പക്ഷേ ആ വാഹനത്തിനടുത്ത് പോലും അധികം ആൾക്കാരില്ല, കാരണം ഇതിൻ്റെ ഒരു നിറം എല്ലാവരും ആകർഷിച്ചെന്ന് തോന്നുന്നു. എന്തായാലും ചുറ്റും നടന്ന് കാണുകയാണെങ്കിൽ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങളൊന്ന് കണ്ടാൽ മതി വാഹനം, അത് തന്നെയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ചുറ്റും നടന്ന് കാണുകയാണെങ്കിൽ ഇത്രയും സ്ലീക്കായിട്ട്, ഇത്രയും മനോഹരമായിട്ട് ഒഴുകിയിറങ്ങുന്നൊരു ഡിസൈൻ പൊതുവെ മറ്റ് വാഹനങ്ങളിൽ കാണാറില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ സോഫ്റ്റ് ടോപ്പ് വാഹനമാണ്, ഹാർഡ് ടോപ്പ് അല്ല. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് BMW C4 ആണ്, അത് ഹാർഡ് ടോപ്പാണ്. പക്ഷേ സോഫ്റ്റ് ടോപ്പ് ഇഷ്ടമുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണിത്. മറ്റൊരു കാര്യമുള്ളത്, സോഫ്റ്റ് ടോപ്പ് ആകുമ്പോൾ കുറച്ചൊക്കെ മെയിൻ്റനൻസ് കുറവായിരിക്കും എന്നുള്ള കാര്യമാണ്. ഹാർഡ് ടോപ്പിന് എപ്പോഴും ആ കൺവേർട്ടബിൾ ആ ഒരു പാർട്സിനെല്ലാം എപ്പോഴും വില വളരെ കൂടുതലായിരിക്കും. എന്തായാലും 4 പേർക്ക് വേണമെങ്കിൽ സഞ്ചരിക്കാം, എങ്കിലും 2 പേരാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. പിൻഭാഗത്തിനല്പം ലെഗ് സ്പേസ് കുറവാണ്. പിൻഭാഗത്തേക്ക് വളരെ നീണ്ടു നിൽക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്, ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. അത് പക്ഷേ BMW C4 വളരെ ചെറിയ ബൂട്ട് സ്പേസേ ഉള്ളെങ്കിൽ ഇതിന് അല്പം കൂടി വലിപ്പം നമുക്ക് പിൻഭാഗത്ത് കാണാൻ സാധിക്കും. വീൽ ആർച്ചുകൾക്കുള്ളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ടയേഴ്സ്. പിൻഭാഗത്തേക്ക് വരുമ്പോഴാണെങ്കിലും മുൻഭാഗം പോലെ തന്നെ വളരെ സ്ലീക്കായിട്ടുള്ള പിൻഭാഗമാണ്. ബെൻസിൻ്റെ ഏറ്റവും പുതിയ വാഹനങ്ങളെല്ലാം പിൻഭാഗത്തെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള പിൻഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. ഷാലെ ഓപ്പൺ ബൂട്ട് സ്പേസ് ഒന്ന് തുറന്ന് കാണാം. ഇതാ C4ൻ്റെ കാര്യത്തിലേക്ക് ഏറ്റവും പ്രശ്നമുള്ളത് ബൂട്ട് സ്പേസ് ആണെങ്കിൽ ഇവിടെ തരക്കേടില്ലാത്ത ബൂട്ട് സ്പേസ് ഉണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്, മോശമല്ല. എന്തായാലും ബെൻസിൻ്റെ ഏതൊരു വാഹനത്തെക്കാളും സുന്ദരിയാണ് ഈ ഒരു C300 കാബ്രിയോലെ എന്നുള്ള കാര്യം സംശയമില്ല. ഇനി എഞ്ചിനിലേക്ക് പോവുകയാണെങ്കിൽ മൈൽഡ് ഹൈബ്രിഡ് എഞ്ചിനാണിത്. മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജിയോട് കൂടി എഞ്ചിനാണ്. അതായത് ഒരു 2 ലിറ്റർ പെട്രോൾ എഞ്ചിനുമുണ്ട്, കൂടെ ഒരു 48 വോട്ടിൻ്റെ ഒരു മോട്ടർ കൂടി കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടി ചേരുമ്പോൾ ഏതാണ്ട് 365 bhp പവർ തരുന്നുണ്ട്. 9 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഒന്ന് ഇൻറ്റീരിയർ ഒന്ന് കാണാം. ബെൻസിൻ്റെ ഏറ്റവും പുതിയ വാഹനങ്ങളെല്ലാം ഇൻറ്റീരിയറിനെ ഓർപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് C300 കാബ്രിയോയുടെയും ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. വലിയ ഒരു സ്ക്രീനും അതുപോലെ തന്നെ ബെൻസിൻ്റെ ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 9 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം കാർബൺ ഫൈബർ ഫിനിഷ് പോലെ തോന്നിക്കുന്ന മനോഹരമായ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിഗംഭീരമായ അതിമനോഹരമായ AC വെൻറ്റുകളൊക്കെയാണ്. സ്റ്റിയറിംഗ് വീൽ തന്നെ ഒരു കലാപരമായിട്ടാണ് എന്നാണ് പറയേണ്ടത്. ഫ്ലാറ്റ് ബോട്ടമാണ് കൊടുത്തിരിക്കുന്നത്, ലെതർ റാപ്ഡാണ്. അതുപോലെ തന്നെ ഇവിടെ പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ക്രൂയിസ് കൺട്രോൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സ്റ്റിയറിംഗ് കാണാം. അതുപോലെ ധാരാളം കബി ഹോൾസും കാര്യങ്ങളും കപ്പ് ഹോൾസും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാം വളരെ ചെറിയ ലെഗ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇതൊരു കാബ്രിയോലെ ആയതുകൊണ്ട് ഒരിക്കലും 4 പേർക്ക് സുഖമായി സഞ്ചരിക്കാനല്ല ലക്ഷ്യം എന്നുള്ള കാര്യം സംശയമില്ല. എന്തായാലും സീറ്റൊക്കെ ആണെങ്കിലും വളരെ കംഫർട്ടബിൾ, ബോൾസ്റ്റേഴ്സൊക്കെ ആണെങ്കിലും ഗംഭീരമായിട്ടുണ്ട്. അങ്ങനെ സുഖകരമായ വളരെ ഗംഭീരമായ റോഡ് പ്രസൻസോട് കൂടിയ വളരെ ഗംഭീരമായ റോഡ് ഗ്രിപ്പോട് കൂടി ഓടിച്ചു പോകാൻ പറ്റുന്ന വാഹനമാണ്. 1,10,00,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം വില. ഇത്രയൊക്കെയാണ് പെട്ടെന്ന് പറയാനുള്ളത്. പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ഓടിച്ചു നോക്കാം. എന്തായാലും ഇപ്പോൾ നമുക്കിനി അവിടെ C43 AMGയുടെ അടുത്തേക്ക് പോകാം. ഇതാണ് C43 AMG കൂപ്പകളിലെ ഏറ്റവും രസകരമായ ഡിസൈൻ എന്ന് പറയാൻ തന്നെയല്ല, ഇതിന് തൊട്ട് മുമ്പിലത്തെ ജനറേഷൻ പെടുന്ന C43 AMG കൂപ്പ എനിക്ക് കാണാൻ അത്ര ഭംഗിയാണെന്നും എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ ഇതങ്ങനെയല്ല, വളരെ ബോൾഡായിട്ടുള്ള മുൻഭാഗവും ഏറ്റവും പുതിയ തരത്തിലുള്ള ഗ്രില്ലും വളരെ വലിയ ബെൻസിൻ്റെ ലോഗോയും എല്ലാം കൊടുത്തിരിക്കുന്നു. ഈ ഒരു നിറവും വളരെ ഗംഭീരമായിട്ടുണ്ട്. മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്, സിൽവർ ഫിനിഷ്. അതുപോലെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഹെഡ് ലാമ്പ് എല്ലാം നമുക്കിവിടെ കാണാം. സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ 21 ഇഞ്ച് ടയേഴ്സാണിപ്പോൾ ഈ ഒരു മോഡലിൽ കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഓപ്ഷനിലായിട്ട് നമുക്ക് 20 ഇഞ്ചിൻ്റെ ടയേഴ്സ് തിരഞ്ഞെടുക്കാം. ഇവിടെ ടർബോ ഇലക്ട്രിഫൈഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിലും 2 ലിറ്റർ എഞ്ചിൻ തന്നെയാണ്. ഇത് പക്ഷേ 415 bhp ആണ്. ഇതിലുകൊണ്ടൊരു മൈൽഡ് ഹൈബ്രിഡ് ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട്.
എന്തായാലും സൈഡിൽ ഈ പറഞ്ഞ പോലെ ചെരിഞ്ഞിറങ്ങുന്ന റൂഫ് ലൈൻ ഇപ്പോൾ 3 ദിവസമായിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ സിട്രോൺ ബസാൾട്ട് കണ്ടു, അതിനുശേഷം ടാറ്റ കെർവ് കണ്ടു, എല്ലാത്തിനും ഇങ്ങനെ ചെരിഞ്ഞിറങ്ങുന്ന കൂപ്പേ ഡിസൈനാണ്. എന്തായാലും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഹെഡ് സ്പേസ് ഒന്നും ഒട്ടും കുറവില്ല. നമുക്ക് ഉൾഭാഗത്തൂടെ ഇരുന്ന് നോക്കാം. പിൻഭാഗത്തേക്ക് വരുമ്പോഴും ബെൻസിൻ്റെ ഏറ്റവും പുതിയ വാഹനങ്ങളുടെ അതേ ഡിസൈൻ രീതിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് തട്ടും തടവും ഇല്ലാത്ത ഡിസൈൻ എന്നാണ് പറയുന്നത്. നല്ല ഒഴുകി ഇറങ്ങുന്ന ഡിസൈനാണ്, അതിമനോഹരമായിട്ടുണ്ട്. താഴെ 4 എക്സോസ് പൈപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിഗംഭീരമായ സൗണ്ടാണ്. ഇത് AMG ആണല്ലോ, അതുകൊണ്ട് തന്നെ അതിൻ്റെ സൗണ്ട് വളരെ രസകരമാണ്. മറ്റൊരു കാര്യമുള്ളത് ബൂട്ട് സ്പേസാണ്. ബൂട്ട് സ്പേസും എല്ലാം ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ തികച്ചും പ്രാക്ടിക്കലായിട്ടുള്ളൊരു വാഹനമാണിതെന്നാണ് പറയേണ്ടത്. അല്ലാതെ വെറുതെ തട്ടുപൊളിപ്പൻ വാഹനം മാത്രമല്ല എന്നാണ് പറഞ്ഞു വന്നത്. അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയറിൽ കയറാം. ശ്യാമേ, ആ വഴി പോരൂ. നമ്മൾ നേരത്തെ കണ്ട C300 ക്യാബ്രിയോലെ എന്ന് പറയുന്ന AMG ലൈനാണ്. അതായത് AMG പവേർഡ് എഞ്ചിനല്ല കൊടുത്തിരിക്കുന്നതെങ്കിലും ഇതിൽ പക്ഷേ അങ്ങനെയല്ല. ഇത് ശരിക്കും AMG വാഹനം തന്നെ. അതുകൊണ്ട് തന്നെ AMGയുടെ എല്ലാ തരത്തിലുള്ള എന്താ പറയുക, AMG വാഹനങ്ങൾ മാത്രം കണ്ടുവരുന്ന പല കാര്യങ്ങൾ കാണും. പ്രധാനമായിട്ടും നമുക്ക് ഈ സ്റ്റിയറിംഗ് വീൽ പോലുള്ള കാര്യങ്ങൾ അതുണ്ട്. എന്ത് ഗംഭീരമാണെന്നുണ്ട്. ഇതിലിപ്പോൾ കീ ഇല്ലാത്തതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇവിടെയെല്ലാം ഈ പറഞ്ഞ സ്ഥലത്തെല്ലാം ചെറിയ സ്ക്രീനുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം AMGയുടെ പ്രത്യേകത കാണാം. AMG സ്റ്റിയറിംഗ്, അതിൽ കാർബൺ ഫൈബർ ഫിനിഷ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ആ ഒരു സ്ക്രീൻ, ബെൻസിൻ്റെ പുതിയ വാഹനം കാണുന്ന വലിയ സ്ക്രീനുണ്ട്. അതുപോലെ ഇഷ്ടംപോലെ സാധനങ്ങൾ സൂക്ഷിക്കാവുന്ന ചെറിയ സ്പേസുകളുണ്ട്. അതൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം ഈ വാഹനമൊക്കെ നമുക്ക് വലിയ തോതിൽ ഓടിച്ച് ഒരു റിവ്യൂ ചെയ്യേണ്ടതാണ്. അത് പിന്നീട് നമുക്ക് കിട്ടുന്നുണ്ട്, അപ്പോൾ നമുക്ക് ചെയ്യാം. എന്തായാലും AMG സീറ്റുകൾ അതിൽ ഈവൻ അൽക്കാൻഡ്ര സ്റ്റൈലാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗ്രിപ്പുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പനോരമിക്കായിട്ടുള്ള സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പിൻഭാഗത്തും സ്ഥലക്കുറവൊന്നുമില്ല, കാരണം ഇത് C ക്ലാസിൻ്റെ ഒരു SUV മോഡലായതുകൊണ്ട് പിൻഭാഗത്തും സ്ഥല സൗകര്യമൊന്നും ഒട്ടും കുറവില്ല. ബർമിസ്റ്ററിൻ്റെ മ്യൂസിക് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ എഞ്ചിൻ 415 bhp ആണ്. തകർപ്പൻ സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ വില പറഞ്ഞില്ല. വില എന്ന് പറയുന്നത് ഇതേ വില തന്നെയാണ്. അതായത് 1,10,00,000 രൂപ. നമ്മൾ നേരത്തെ കണ്ട C300 ക്യാബ്രിയോലേക്കും ഈ വാഹനത്തിന് ഒരേ വിലയാണ്. ഞങ്ങളിപ്പോൾ തമാശയായിട്ട് പറയുന്നത്, ഏതെടുത്താലും 110 എന്ന് പറഞ്ഞ അമ്പലപ്പുറം പറഞ്ഞിരുന്ന പോലെ 110 ലക്ഷം രൂപയാണ് ഈ രണ്ട് വാഹനങ്ങളുടെയും വില. അപ്പോൾ എന്തായാലും ഇപ്പം വിശദമായ ടെസ്റ്റ് ഡ്രൈവ് ഒന്നുമല്ല നമ്മൾ ചെയ്തത്. ഇപ്പോൾ ഇന്നിവിടെ ലോഞ്ചിന് വന്നപ്പോൾ ചെറിയൊരു വീഡിയോ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. വിശദമായ ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ തീർച്ചയായിട്ടും ഈ വാഹനങ്ങളിലൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും. പൂനെയിൽ നിന്നും ബൈ.